ഹായ് എവ്രി വൺ. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുകയോ അതായത് അവരുടെ സാലറി ഹൈക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ടോ? അതായത് നിങ്ങൾക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യാറുണ്ടോ? അപ്പം നമുക്ക് നിങ്ങളുടെ മണി ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നു ഹിയർ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് എങ്ങനെയാണോ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് അതേപോലെ അതേ ഫീലിംഗ് ആണ് നിങ്ങൾക്കും ഉണ്ടാകുന്നതെങ്കിൽ, അതേപോലെയാണ് നിങ്ങൾക്കും സന്തോഷം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി, നിങ്ങളുടെ മണി ഫ്രീക്വൻസി യെസ് ടു മോർ മണി എന്നാണ്. അതായത് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം നിങ്ങളുടെ മണി ഫ്രീക്വൻസി യെസ് ടു മോർ മണിയാണ്. അതായത് നിങ്ങളും മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് ആണ് എന്നാണത് സൂചിപ്പിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് അവരോടൊരു തരം കുശുമ്പ്, ഒരു തരം അസൂയ, അയ്യോ അവരൊക്കെ നന്നായി പോകുന്നല്ലോ എന്ന ഒരു ചിന്തയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ മണി ഫ്രീക്വൻസി നോ ടു മോർ മണിയാണ്. അതായത് നിങ്ങളുടെ മണി മാനിഫെസ്റ്റേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന സമയം കുറച്ച് അധികമായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് നമ്മുടെ മണി ഫ്രീക്വൻസി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ആരെയൊക്കെ കാണുന്നു, ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു, അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, അവർക്ക് വളരെയധികം അബൻഡൻസ് ഉണ്ട്, അവർക്ക് വളരെയധികം പ്രോസ്പെറിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുമാത്രമല്ല അവർക്കൊക്കെ നിങ്ങൾ തന്നെ ഒരുപാട് പണം നിങ്ങൾ തന്നെ കൊടുക്കുന്നു എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങൾ പണം കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ നിങ്ങളിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മോർ മണി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് പ്യുവറായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നതും അതുകൊണ്ട് അവർ വളരെയധികം സന്തോഷിക്കുന്നതുമായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. അപ്പോൾ യു വിൽ സീ ദ മാജിക്. ഓക്കെ, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.